എത്രയോ ലക്ഷം പേരിൽ നിന്ന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്ന് ഒരാൾ എത്തിപ്പെടുന്നത്. അവിടെ നിന്ന് നമ്മൾ വളരണം. നമ്മൾ ഈ കുറേ എണ്ണം പറഞ്ഞതിൽ നിന്ന് ഒരാളാകണം. അപ്പോഴാണ് നമ്മളിവിടെ ഉണ്ട് എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് ഭയങ്കര റിസ്കി പരിപാടിയാണ്. ഇപ്പോഴും ആ ഒരു റിസ്ക്നെസ് ഉണ്ടെന്നാണോ സാർ വിശ്വസിക്കുന്നത്? ഇപ്പൊ അതിനെ കുറഞ്ഞ, കാരണം ഇപ്പം നമ്മുടെ കുറച്ചും കൂടെ നമ്മുടെ കാലഘട്ടം മാറിയല്ലോ, ഇപ്പൊ എല്ലാം അപ്രോച്ചബിൾ ആയി എന്ന് തോന്നുന്നുണ്ടോ? സിനിമയിലേക്കുള്ള എൻട്രി കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് ഇപ്പോൾ തോന്നുന്നു. സിനിമയിലേക്കുള്ള എൻട്രി കുറച്ച് ഈസിയാണ് ഇപ്പോൾ, പക്ഷെ നിലനിൽപ്പ് ഒട്ടും ഈസി അല്ല. അതിനെ നമ്മൾ വളരെ കൃത്യമായിട്ട് കഷ്ടപ്പെടുകയും വേണം. കഷ്ടപ്പെട്ടാൽ മാത്രം വെറുതെ കഷ്ടപ്പെട്ടൊരു കാര്യമില്ല, വളരെ ക്രിയേറ്റീവായിട്ട് കഷ്ടപ്പെടണം. അതിൻ്റെ ഡെപ്തിൽ നമ്മളതിനെ പഠിക്കണം, നമ്മളതിനെ അറിയണം, അപ്ഡേറ്റ് ചെയ്യണം. ദെൻ മോറോവർ അതിനൊരു ലക്ക് ഫാക്ടർ ഇസ് ദ ഡെഫിനറ്റ്ലി. അത് എല്ലാ മേഖലയിലും ലക്ക് ഫാക്ടർ ഇസ് ദ. ഇപ്പോൾ നമ്മൾ ഭയങ്കര കഴിവുണ്ടായിട്ട് കാര്യമില്ല, ഒരു കോവിഡ് വന്നെല്ലാം പോയി നമ്മൾ പച്ചപിടിച്ച് വരുന്ന സമയത്ത് അതുപോലൊരു അത്തരം സാഹചര്യങ്ങൾ വീണ്ടും വരാം. ഞാൻ പറഞ്ഞില്ലേ, വേറൊരാളെ സജസ്റ്റ് ചെയ്താൽ പോയി കഴിഞ്ഞു. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും അത്തരം അനിശ്ചിതാവസ്ഥകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ബട്ട് ഫൈൻ, അതിനകത്തൊരു എന്നാലും ഇവിടെ നന്നായിട്ട് കഴിവുള്ള ആളുകളൊക്കെ ഇപ്പോഴും വളർന്ന് വരുന്നുണ്ട്, അവർ നിലനിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അതിന് ഭയങ്കര ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അത്. അത്ര ഡെഡിക്കേഷനുള്ള ആളുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ തോട്ട് ആ ടൈമിൽ വന്നപ്പോ ആരാണ് ഫസ്റ്റ് ഒരു പുഷ് തന്നത്? ഗോ വാട്ട് എവർ യു ലൈക്ക് എന്ന് പറഞ്ഞത് ആരാണ്? ഏതിനാണ്? വിവാഹശേഷം ഇങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്ത് ഇങ്ങനെയൊക്കെ റെസ്പോൺസിബിലിറ്റി, ഇങ്ങനത്തെ ഒരുപാട് ചിന്തകൾ സാറിന്റെ തലയിൽ വന്നല്ലോ. ഡെഫിനറ്റ്ലി അന്ന് മഞ്ജു ആണ് അതിനകത്തൊരു കാര്യം. മഞ്ജു ഒന്നും അങ്ങനെ പറഞ്ഞില്ലെന്ന് ഞാൻ ഒരിക്കലും പോകില്ല. മഞ്ജു കുഴപ്പമില്ല, ഇവിടെ പോയിട്ട് പോവാം, ബാക്കി ഞാൻ പറയും സാമ്പത്തികം കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുക, നമ്മുടെ ചില ഇഷ്ടങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കുക. അങ്ങനെ ഒരു 5-6 വർഷം ഞങ്ങളുടെ പല ഇഷ്ടങ്ങളും വേണ്ടാന്ന് വെച്ച്, യാത്രകളൊക്കെ വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ വളരെ കംഫർട്ടായിട്ട് മൂവ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. മഞ്ജു അന്ന് സീരീസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വീണ്ടും ജാനി ഉണ്ടായതിനു ശേഷം വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. സോ അതിനൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഭയങ്കര ഇതല്ല. പിന്നെ അതുപോലെ അന്നത്തെ കാലത്ത് എമൗണ്ട്സ് ഒക്കെ വളരെ കുറവാണ് കിട്ടുന്നതൊക്കെ. സ്വാഭാവികം കൊണ്ടും ഇപ്പോൾ ഉള്ള ഒരു ഫാൻസി എമൗണ്ട് ഒന്നും വന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് ഇപ്പോഴും നമുക്കുണ്ട്. അല്ല ഇപ്പൊ എങ്ങനെയാ സാർ ഇപ്പൊ സേവിങ്സ് ഒക്കെ ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് സാറിന്റെ? ഇതിന് ഫ്ലക്ച്വേഷൻസ് എപ്പോഴും വരും. ഞാൻ ഭയങ്കര ബിസിനസ്സുകാരനല്ലാത്തതുകൊണ്ട് ആയിരുന്നില്ല, പക്ഷെ ഇനി അത് കുറച്ച് ചെയ്യണം. ഒട്ടും ബിസിനസ്സുകാരനല്ലാത്തത് കൊണ്ട് തന്നെ അത്തരം സേവിങ്സും കാര്യങ്ങളും ഡെഫിനറ്റ്ലി ഞാൻ ചിലപ്പോൾ അതിനകത്തൊരു ഭയങ്കര വലിയ പരാജയമാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഞാൻ ജീവിതത്തിൽ അങ്ങനെ പരാജയപ്പെടില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുള്ള ഒരു കൃഷി ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പിന്മാറാൻ തയ്യാറല്ല. ഡെഫിനറ്റ്ലി ഐ മേക്ക് സംതിങ്. സ്വയം ഭയങ്കര കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണോ സാർ? ഉറപ്പായിട്ടുമാണ്. ഈ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ഇല്ല, പക്ഷെ എന്നിലുള്ള കഴിവിലും എന്നിലും ആ ഒരു വിശ്വാസം, ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പിച്ച് പറയും, അത് ഞാൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഇങ്ങനത്തെ തന്നെ സാറിനെ പോലെ തന്നെ അല്ലെങ്കിൽ ഇത്ര കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് സുകുമാരൻ. ഉറപ്പായിട്ടും എന്നെക്കാളും കൂടുതൽ കോൺഫിഡൻസ്. രാജുവേട്ടന് പറയുന്ന കാര്യങ്ങളെല്ലാം എന്നെക്കാളും കൂടുതൽ നന്നായിട്ട് ബിസിനസ് അറിയുകയും ചെയ്യാം. അതെ, സത്യം. പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട്. നിങ്ങളുടെ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയാണ്? ഇപ്പൊ ലൂസിഫറിൽ സാറ് പറയുന്നത് അത്രേ ഉള്ളൂ, നത്തിങ് എൽസ്. മനസ്സിലാക്കാൻ പറ്റും, ഉറപ്പായിട്ട് മനസ്സിലാവും. അത് പല സെറ്റ് ഞാൻ പല ഇന്റർവ്യൂസിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില ഷോർട്സ് ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ രാജുവിന് മനസ്സിലാവും രാജു ഒരു മോർ, അല്ലെങ്കിൽ എനിക്കത് ഓക്കെ ആണെന്ന് കാരണം രാജുവിന് മനസ്സിലാവും ഓക്കെ. പിന്നെ നമുക്ക് ഇതൊരു ഭയങ്കര പ്രൊഫഷണലിസം ഉള്ള മേഖലയല്ലേ. നമ്മൾ ചില കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല എന്നുള്ളതാണ്. അപ്പോൾ രാജു എന്നോടായാലും ഞാൻ രാജുവിനോടായാലും ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ രാജു മാത്രമല്ല കേട്ടോ, മേ ബി മോസ്റ്റ് ഓഫ് നമ്മുടെ എല്ലാ ആക്ടേഴ്സിനോടും നമ്മളങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇപ്പം ജയസൂര്യ വന്നാലും ജയസൂര്യ ഞാനോട് നല്ല സുഹൃത്ത് ബന്ധമുള്ള വിഷയമാണ്. അതിൽ പലരുമായിട്ട് ഇന്ദ്രജിത്തുമായിട്ട് ഇതൊക്കെ ഇന്ദ്രജിത്തിനടുത്തൊക്കെ ഇത് പറഞ്ഞ ചെറുതായിട്ടൊന്നിങ്ങനെ നമ്മുടെ ഒരു ഇന്ദ്ര എന്ന് വിളിച്ചിട്ട് പറയാൻ പോയി ഓക്കെ. ഇപ്പൊ ഇങ്ങനെ ഒരു വൈബ് എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. അതുപോലെ തന്നെ ജയനും
സാറ് പറഞ്ഞ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒപ്പം ഏറ്റവും ആദ്യമായിട്ട് വന്ന ക്യാമറ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാരനാണ്. ഇപ്പോഴും ആള് തന്നെയാണ്? വേറെ ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ടോ? അതിന് മാറ്റം വന്നോ? രണ്ടുപേരെ കൂട്ടിച്ചേർക്കാറായോ? അല്ലല്ല, അതെന്താ അറിയാമോ, അതൊരു ഭയങ്കര ഡെഡിക്കേഷൻ. ഇപ്പൊ എനിക്ക് വളരെ മുമ്പ് ഞാൻ ഒക്കെ ക്യാമറമാൻ ആവണേക്ക് മുന്നേ ഞാൻ 2009 കണ്ട സിനിമ ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ 2005-ലും 2006-ലൊക്കെ സിനിമ ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ 2002-ലൊക്കെ സിനിമ ചെയ്യാം. ഞാനത് ചെയ്യാണ്ടിരുന്നത് എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു, സുഹൃത്ത് നിനക്ക് ലൈറ്റിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നില്ലേ, നീ ഒരു കാര്യം ചെയ്യും, നീ ക്യാമറയുടെ മറ്റേ ടെക്നിക്കൽ വിങ്സ് ഒക്കെ അറിയാം, അപ്പം ഇത്രയൊക്കെ മതി, ഒരു അസോസിയേറ്റിനെ വെച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, അത് അസോസിയേറ്റല്ലേ ചെയ്യുന്നത്, ഞാനല്ലല്ലോ. ഞാൻ ചെയ്യുമ്പോൾ അത് എനിക്ക് ധാരണകളുണ്ട്, ആ ധാരണയിൽ എനിക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ എന്ത് വേണം, അപ്പോൾ എനിക്ക് അതിനകത്ത് മുഴുവനായിട്ട് അറിയണം, ക്യാമറ ഇന്നതാണ്, ലെൻസ് ഇന്നതാണ്, എന്തൊക്കെയാണ് വേണ്ടത്, ഇതിനകത്ത് എത്ര കട്ട് ചെയ്യാം, എത്ര ഓപ്പൺ ചെയ്യാം, എന്ത് ലൂമിനൻസ് ഉണ്ട്, എത്ര മറ്റേ ആസ്പെക്ട് റേഷ്യോ എന്ത് വെക്കണം, അത് വെക്കണം, ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നിട്ട് ഞാൻ ചെയ്യുമ്പോഴാണ് ഞാനാകുന്നത്. അല്ലെങ്കിൽ പിന്നെ മറ്റേ പുള്ളിയിലേ ചെയ്യുന്നത്. അപ്പം അത് ചീറ്റിംഗ് അല്ല, ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പം അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത്രയും മോശം നമ്മൾ ലേറ്റ് ആകുന്നത്. അപ്പൊ ആ ഒരു പ്ലാനും ആ ഒരു കൃത്യനിഷ്ഠത തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരനിലും സാറിന് കാണാൻ പറ്റുന്നത് അല്ലേ? രാജു ഇതുപോലെ എത്രയോ ആൾക്കാർ, അന്ന് രാജുവിന്റെ സമയത്ത് വന്ന എത്രയോ ആൾക്കാർ ഇപ്പോഴും അഭിനയം മാത്രം നടക്കുന്നുണ്ടോ? അന്ന് രാജുവിന് ഇത്തരം ടെക്നിക്കൽ സാധനങ്ങളൊക്കെ പഠിക്കണമെന്ന് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ക്യാമറയുടെ അടുത്തും പോയി നോക്കും, പിടിക്കും, എന്താ ചെയ്യുന്നത് നോക്കും, ഷട്ടർ ആംഗിൾ കട്ട് ചെയ്തത് എന്താണ്, കട്ട് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ്, അപ്പോൾ കട്ട് ചെയ്ത് കാണിക്കുമോ. ഇതൊരു കൗതുകമാണല്ലോ, എപ്പോഴും നമുക്ക് എന്താണ് അറിയേണ്ടത്, ഒരു കൗതുകമാണല്ലോ. ഞാനിപ്പോൾ തെലുങ്ക് ഒരു 4-5 സിനിമ വർക്ക് ചെയ്തു. എനിക്കിപ്പോൾ തെലുങ്ക് അത്യാവശ്യം കുഴപ്പമില്ല, പഠിക്കാനും പറയാനും കേട്ടാലും മനസ്സിലാവും, വായിക്കാൻ അറിയില്ലെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനത് ആ കൗതുകത്തിന് ഞാൻ വായിക്കാൻ ശ്രമിച്ചാൽ ഡെഫിനറ്റ്ലി എനിക്ക് പറയാൻ പറ്റില്ലേ, എനിക്കറിയാൻ പറ്റും. ഞാൻ വായിക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ വായിക്കാൻ ഞാൻ ശ്രമിച്ചാൽ എനിക്കറിയാൻ പറ്റും. ശ്രമമാണ് നമുക്ക് വേണ്ടത്, ഭയങ്കര ഒരു ആഗ്രഹമാണ്, ഭയങ്കര തീക്ഷ്ണമായിട്ടൊരു ആഗ്രഹമാണ്. ഡെഫിനറ്റ്ലി ഞാനിപ്പോൾ 2 മാസം കൊണ്ട് ഞാൻ തെലുങ്ക് വായിക്കാൻ പഠിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പഠിക്കും, അല്ലേ? ഞാനല്ല, ആരും പഠിക്കും. പക്ഷെ നമ്മളത് വിചാരിക്കണം. ലൂസിഫറിന്റെ സമയത്ത് സാറ് പറഞ്ഞിട്ടുണ്ട്, ലൂസിഫറിലാണ് ഞാൻ ഭയങ്കര റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്തത്. കാരണം രാജു പക്ക ചാർട്ടർ ആയിരുന്നു, പ്ലാൻഡ് ആയിരുന്നു, സീൻ ബൈ സീൻ എല്ലാം ഓർഡർ ആയിരുന്നു. ഈ ചെറിയ പടം അടുത്തത് വരുവാണ് എമ്പുരാൻ, എമ്പുരാനിലും റിലാക്സ് ചെയ്ത് തന്നെയാണോ ഷൂട്ടിങ്? കാരണം ലൂസിഫർ ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നു, ഇതിനൊട്ടും റിലാക്സ്ഡ് അല്ലായിരുന്നു. ഇതിന് നമ്മൾ ഇവിടെ സാധാരണ വിചാരിക്കും പോലെയുള്ള സീക്വൻസുകളല്ല നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ലൂസിഫറിനകത്ത് നമ്മൾ സാധാരണ വിചാരിക്കുന്ന സീക്വൻസിനകത്തുള്ള കുറച്ച് വലിപ്പമുണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ ആർക്കും ഈസിലി നമുക്ക് കുറച്ചൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, കുറച്ചൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്താൽ, അതിനകത്ത് ഇച്ചിരി ഹോംവർക്ക് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് അത്ര പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സീക്വൻസുകളും സിറ്റുവേഷൻസും ലൊക്കേഷൻസും അല്ല. അപ്പോൾ അതിന് കൂടുതൽ സ്റ്റഡി വേണം. അപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന രാജുവിൻ്റെ കൂടെയുള്ള സകലமான ടെക്നീഷ്യൻസ് ഇതിനകത്ത് വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാൻ ഉൾപ്പെടെ, അതിൻ്റെ എഡിറ്റർ ഉൾപ്പെടെ, അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ വാവ് ഉൾപ്പെടെ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉൾപ്പെടെ, നിർമ്മൽ എന്ന് പറഞ്ഞ ക്രിയേറ്റീവ് ഡയറക്ടർ ഉൾപ്പെടെ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഏകദേശം ഒരു 10-12 ആൾക്കാർ ഉൾപ്പെടെ, ഇത്രയും ആൾക്കാരുടെ ഭയങ്കര കോർഡിനേഷൻ ഇല്ലെങ്കിൽ ഇത് അങ്ങനെ അത്ര പെട്ടെന്നൊരു ഒരു വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാൻസ് അല്ല ഇതൊന്നും. കാര്യം നമ്മൾ ഇതുവരെ അങ്ങനെ ശീലിച്ചിട്ടില്ല, ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലാത്ത കുറച്ചധികം കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിവേ ഒട്ടും റിലാക്സ്ഡ് അല്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയാ അവസ്ഥ? ഇപ്പൊ ഓക്കെ. ഞാൻ പറയുന്നത് ഷൂട്ട് കഴിയുന്നവരെ എല്ലാ ദിവസവും അടുത്ത ദിവസം അയ്യോ അതെന്താകും എന്നുള്ള ടെൻഷൻ ഇങ്ങനെ എപ്പോഴും കയറി വരും. ഞാൻ ലൂസിഫർ കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ റിലാക്സ് പറഞ്ഞാൽ ചില്ല് ചെയ്ത് ഷൂട്ട് ചെയ്തു എന്നുള്ളതല്ല. മനസ്സിലായി. അങ്ങനെ ഒരു നല്ല ടീം ഉള്ളത് കൊണ്ടാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്.